10 ദിവസത്തെ എൻ്റെ റംദാൻ ഫാസ്റ്റിംഗ് വെയിറ്റ് ലോസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ 10 ദിവസം ഞാൻ കഴിച്ച ഫുഡുകൾ എന്തെല്ലാമാണെന്നുള്ളതൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മിക്ക ദിവസങ്ങളിലും 2-3 ദിവസം മാത്രം ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും മോർണിംഗിലുള്ള ആ ഒരു ഫുഡ് കഴിക്കാനായിട്ട് പറ്റാറില്ല, ഞാൻ കഴിക്കാറില്ല. പക്ഷേ ആഫ്റ്റർ ഫാസ്റ്റിംഗ് ഞാൻ കഴിക്കുന്ന ആ ഭക്ഷണ രീതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ടും പ്രോട്ടീനും ഫൈബറും ഗുഡ് ഫാറ്റും ഒക്കെയാണ് കഴിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കാർബ്സിൻ്റെ അളവ് വളരെ കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള ഈ 10 ദിവസം എൻ്റെ പീരീഡ്സ് ടൈം ആവാറായി. അപ്പോൾ അതിൻ്റേതായ ഫ്ലക്ച്വേഷൻസൊക്കെ എൻ്റെ വെയിറ്റിലേക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഞാൻ ആ ഒരു വെയിറ്റ് ലോസിന് ചെയ്തിട്ടുള്ള ഭക്ഷണം എന്തൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് ഇതൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് തന്നെ വല്ലാണ്ടുള്ള ക്ഷീണം ഉണ്ടാവാതിരിക്കാറുണ്ട്. ഓരോ ദിവസങ്ങളിലും നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു വാട്ടർ കുടിക്കാറുണ്ട്, ഒരു ഗ്ലാസ് നോർമൽ വാട്ടർ കുടിക്കും, ഒപ്പം ഒരു ഖജൂർ കഴിക്കാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ജ്യൂസോട് കൂടിയിട്ടാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പിന്നെയാണ് ഫ്രൂട്ട്സും മറ്റുള്ള പ്രോട്ടീൻ ഐറ്റംസും ഒക്കെ കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുള്ളത് ആംല, അതേപോലെ കുക്കുംബർ, ആഷ് ഗാർഡ്, അതായത് കുമ്പളങ്ങ, ഇതൊക്കെയാണ് ഞാൻ ഓരോ ദിവസം ജ്യൂസായിട്ട് അടിച്ച് തുടക്കത്തിൽ തന്നെ കുടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ പ്രോട്ടീനായിട്ട് എഗ്ഗും ചിക്കനുമാണ് കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുള്ളത്. മറ്റുള്ളതൊന്നും അധികം കഴിച്ചിട്ടില്ല, റെഡ് മീറ്റ് ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ എല്ലാ ദിവസങ്ങളിലും മിക്കവാറും ഗ്രീൻ ടീ എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് ഷുഗർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ 1-2 ദിവസം, ഒരു ദിവസം ചക്ക കഴിച്ചിട്ടുണ്ട്, അതും അധികം പഴുത്തതല്ല. പിന്നെ ഒരു ദിവസം റംബൂട്ടാൻ, ഇത് മാത്രമാണ് വ്യത്യാസമായിട്ട് കഴിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ മാക്സിമം ഷുഗർ കണ്ടൻറ്റ് കുറഞ്ഞ ഫ്രൂട്ട്സും ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഹിബിസ്കസ് ടീ കുടിച്ചിട്ടുണ്ട്, ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ശരിക്കും നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വല്ലാതുള്ള ക്ഷീണം ഒഴിവാക്കുന്നുണ്ട്. നല്ലൊരു 10 ദിവസങ്ങളായിരുന്നു. ഇനിയും കണ്ടിന്യൂ ചെയ്യാണ്. ഇതിലിപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് കാണുമ്പോൾ എല്ലാം അടുത്തടുത്തായിട്ടല്ല കഴിച്ചിട്ടുള്ളത്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് എപ്പോഴും ഫുഡ് ഇൻടേക്ക് ചെയ്തിട്ടുള്ളത്. കാരണം പെട്ടെന്ന് നമ്മൾ ഈ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാറ്റിയിട്ട് അതിനൊരു കുറേശ്ശെ സമയം കൊടുത്ത് അങ്ങനെ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വല്ലാണ്ടുള്ള ഡൈജഷൻ ഇഷ്യൂസോ ഒന്നും സംഭവിക്കില്ല. ഡെയിലി അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക യെസ് എന്ന്. താങ്ക് യു.